ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ സീരീസായ നോട്ട് സീരീസിലെ നോട്ട് 9 പ്രോയുടെ ക്വിക്ക് അൺബോക്സിങ്ങും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂമാണ്. അതായത് ഏകദേശം 3 മാസമായിട്ട് ഈ ഡിവൈസ് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. എൻ്റെ 3 മാസത്തെ യൂസർ എക്സ്പീരിയൻസാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് ഡിവൈസിൻ്റെ ഇമേജും ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡെന്ന് കാണാൻ സാധിക്കും. ഇത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ അതിൻ്റെ വേരിയൻറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 6GB 128GB ഡിവൈസാണ്. ബോക്സിൻ്റെ ബോട്ടം സൈഡായിട്ട് Qualcomm Snapdragon 720G എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടും ബോക്സിൻ്റെ റൈറ്റ് സൈഡായിട്ടും Redmi Note 9 Pro എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് ബോക്സിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ MRPയും കുറച്ച് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതേപോലെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ക്വിക്ക് സ്പെസിഫിക്കേഷൻസും കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെടുത്ത് പറയേണ്ടത് ഇന്ത്യയുടെ തന്നെ നാവിഗേഷൻ സിസ്റ്റമായ നാവികിൻ്റെ സപ്പോർട്ടാണ് ഈ ഡിവൈസിൽ നൽകിയിട്ടുള്ളത്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബോക്സിൻ്റെ ബോട്ടം സൈഡായിട്ട് ഡിവൈസിൻ്റെ കളർ വേരിയൻറ്റും അതേപോലെ ഇതിൻ്റെ റാമും റോമും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് കാണുന്നത്. സോ അടുത്തായിട്ട് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് സിം എജക്ടർ ടൂളാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് യൂസർ മാനുവലും അതേപോലെ ഒരു TPU കേസും കാണാൻ സാധിക്കും. ഒരു ആവറേജ് ക്വാളിറ്റിയിലുള്ള TPU കേസാണ് ഇതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. സോ അടുത്തായിട്ട് നമുക്ക് 18 വാട്ട്സിൻ്റെ ചാർജറാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. USB-C ടൈപ്പിലുള്ള ചാർജിങ് കണക്ടറാണ് ബോക്സിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഡിവൈസ് ഒന്ന് കയ്യിലെടുക്കാം. ഒറോറ ബ്ലൂ എന്നൊരു വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. സോ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്ക് സൈഡിലായിട്ട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ഫൈൻഡ് പ്രൊട്ടക്ഷനാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ബാക്ക് സൈഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ കമ്പനി നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. സോ അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സ്മജസ് ഈസി ആയിട്ട് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ക്യാമറ ബമ്പും ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. TPU കേസ് യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാമറ സ്ക്രാച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. ഡിവൈസിൻ്റെ ബാക്ക് സൈഡ് ബോട്ടം സൈഡിലായിട്ട് റെഡ്മി ബ്രാൻഡിംഗ് ലോഗോയും ടോപ്പ് സൈഡിലായിട്ട് കോഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഡിവൈസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതേപോലെ വോളിയം റോക്കറും നമുക്ക് കാണാൻ സാധിക്കും. ഡിവൈസിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിം സ്ലോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. ഡിവൈസിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് IR ബ്ലാസ്റ്ററും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നമുക്ക് കാണാൻ സാധിക്കും. ഡിവൈസിൻ്റെ ബോട്ടം സൈഡായിട്ട് സ്പീക്കർ, പ്രൈമറി മൈക്രോഫോൺ, ചാർജിങ് സ്ലോട്ട്, 3.5mm ഓഡിയോ ജോക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡിവൈസാണിത്. ഏകദേശം 210 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ 8.8mm തിക്നെസ്സും ഇതിന് വരുന്നുണ്ട്. P2I നാനോ കോട്ടിങ്ങും കമ്പനി നൽകിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് സ്പ്ലാഷ് പ്രൂഫാണ്. ചെറിയ വാട്ടർ ഡ്രോപ്സിനെല്ലാം ഈ ഡിവൈസ് റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡിവൈസിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ഫൈൻഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ളത്. വെസൽസും വളരെ തിന്നാണ്. അതേപോലെ മെജോറിറ്റി ഓഫ് ദ പോർഷനും ഡിസ്പ്ലേ ആണ് ഫ്രണ്ട് സൈഡ് കവർ ആകുന്നത്. സോ ഡിസ്പ്ലേൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD സ്ക്രീനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതേപോലെ ഈ ഡിസ്പ്ലേൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ 20:9 ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് 60 Hz ഒരു പാനലാണ്. സോ ഇതിൻ്റെ കോമ്പറ്റേറ്റർ ബ്രാൻഡ്സായ റിയൽമി എല്ലാം സെയിം പ്രൈസ് റേഞ്ചിൽ 90 Hz പാനലാണ് നൽകിയിട്ടുള്ളത്. സോ അതൊരു ചെറിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഔട്ട്ഡോറിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ആണ് ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഔട്ട്ഡോറിലും ഫീൽ ചെയ്യുന്നത്. സോ ഡിസ്പ്ലേൻ്റെ കേസിൽ ഔട്ട്ഡോറിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് Note 9 Pro നൽകുന്നത്. ഡിസ്പ്ലേൻ്റെ ടോപ്പ് സെൻറ്ററിലായിട്ട് നമുക്ക് പഞ്ച് ഹോൾ കാണാൻ സാധിക്കും. ഈ പഞ്ച് ഹോളിനകത്താണ് സെക്കൻഡറി ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് 16 MP f2.5 അപ്പർച്ചറുള്ള സെൽഫി ക്യാമറയാണ്. ഇതിലെടുക്കുന്ന സെൽഫി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നൽകുന്നത്. പോർട്രേറ്റ് ആണെങ്കിലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ സെക്കൻഡറി ക്യാമറ നൽകുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള വീഡിയോ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്ത് നൽകുന്നത്. അതേപോലെ ഈ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് സിനിമാറ്റിക് മോഡിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് വീഡിയോൻ്റെ ടോപ്പ് സൈഡിലും ബോട്ടം സൈഡായിട്ട് നമുക്ക് ബ്ലാക്ക് സ്ട്രിപ്പോടെ ഡീഫാൾട്ടായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ സെക്കൻഡറി ക്യാമറ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷനിൽ നൽകുന്നത്. ഇതിനകത്ത് പ്രൈമറി ക്യാമറയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഡ് ക്യാമറ സെറ്റപ്പാണ്.
അല്ല, ആദ്യത്തേത് 48 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേർച്ചറുള്ള സാംസങ്ങിൻ്റെ ഐസോസെല്ലസ് ബ്രൈറ്റ് GM2 വൈഡ് ആംഗിൾ ലെൻസാണ്. ഇത് 48 മെഗാ പിക്സലിൻ്റെ ലെൻസ് ആണെങ്കിൽ പോലും നമുക്ക് 12 മെഗാ പിക്സലിലാണ് ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഇമേജസ് എന്ന് പറയുമ്പോൾ ക്രിസ്പ് ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. നമുക്ക് മൊബൈലിൽ കാണുമ്പോൾ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും സിസ്റ്റത്തിൽ കാണുമ്പോൾ ആ ഫീൽ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് പ്രോ മോഡിലും റെഗുലർ മോഡിലും ഈ ലെൻസ് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നിന്നും ലഭിക്കുന്ന ഇമേജസ് എന്ന് പറയുമ്പോൾ ക്രിസ്പ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ഇമേജസ് ആയിരിക്കും. അതേപോലെ ലോ ലൈറ്റിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നൈറ്റ് മോഡ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ നൈറ്റ് മോഡിൽ ഷൂട്ട് ചെയ്യുന്ന ഇമേജസ് എന്ന് പറയുമ്പോൾ വളരെ നോയ്സ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വളരെ പൂർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് നൈറ്റ് മോഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇത് കമ്മിങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുമ്പോൾ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഷൂട്ടറാണ്. ഇത് 119 ഡിഗ്രി അൾട്രാ വൈഡിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നൽകുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൈമറി ക്യാമറയെ കമ്പയർ ചെയ്യുമ്പോൾ ഡൈനാമിക് റേഞ്ച് വളരെ കുറവാണ്. സോ അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക്. അടുത്തായിട്ട് 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ഷൂട്ടറാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത്. സോ അതേപോലെ 2 സെൻറ്റിമീറ്റർ ക്ലോസർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് മാക്രോ ഷൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഷൂട്ടറിനെ പറയാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. ഇത് നമുക്ക് പോർട്രേറ്റ് മോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. സോ അതേപോലെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇമേജസിൻ്റെ ബൊക്കെ എഫക്റ്റ് നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ പ്രൈമറി ക്യാമറ യൂസ് ചെയ്ത് 4K 30 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്രിസ്പ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ 1080 30 FPS സ്റ്റെബിലൈസേഷനോട് കൂടി വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ 4Kൻ്റെ ക്വാളിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ ക്വാളിറ്റിയിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോ നമുക്ക് ഇതിൽ നിന്നും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ക്യാമറയിൽ ഞാൻ ഫേസ് ചെയ്ത ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഓട്ടോ ഫോക്കസിങ് സം കേസസിൽ ഓട്ടോ ഫോക്കസിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തതാണ്. അത് എല്ലാ കേസിലും അല്ല, സം കേസസിൽ ഓട്ടോ ഫോക്കസിങ് കറക്റ്റായിട്ട് ഫോക്കസ് ആകുന്നില്ല. അതൊരു ചെറിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീലായി. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മൂവി മോഡ് അഥവാ സിനിമാറ്റിക് സ്റ്റൈലിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ മാക്രോ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അതേപോലെ പ്രൈമറി ക്യാമറയിൽ 960 FPS സ്ലോ മോഷനിൽ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറയിലാണെങ്കിൽ 120 FPS നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിക്ചർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോ മോഡ് എന്നതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോഗ് മോഡും ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. സോ അത് ഏതൊരു ഡിവൈസും നൽകാത്ത ഒരു ഫീച്ചറാണ് നമുക്ക് ഇതിനകത്ത് വീഡിയോ ഷൂട്ടിലും പ്രോ മോഡ് നൽകി, അതായത് ലോഗ് മോഡ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് മാനുവലായിട്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എഡിറ്റിംഗ് സമയത്ത് നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡിവൈസിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ സ്പീക്കറാണ്. നല്ലൊരു ലൗഡായിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലൗഡായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ലഭിക്കുന്നത്. അതേപോലെ നമുക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ഓഡിയോ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ലൗഡായിട്ടുള്ള സ്പീക്കർ തന്നെയാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതേപോലെ കോൾ ക്വാളിറ്റി ആണെങ്കിലും കോൾ ഡ്രോപ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏകദേശം 3 മാസമായിട്ട് ഈ ഡിവൈസ് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. എനിക്ക് പേഴ്സണലായിട്ട് കോൾ ഡ്രോപ്സോ നെറ്റ്വർക്ക് റിസപ്ഷനിലോ ഏതൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. സോ കോൾ ക്വാളിറ്റീൻ്റെ കേസിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഡിവൈസ് നൽകുന്നത്. സോ അതേപോലെ നമുക്കിത് വൈഡ് ബാൻ L1 ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡിവൈസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സറാണ്. സോ പ്രോസസ്സറിൻ്റെ കേസാണെങ്കിൽ Note 9 Proയിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 720G ചിപ്സെറ്റാണ്. ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ മോഡലായ Note 8 Proയിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആ പ്രോസസ്സറിനെ കമ്പയർ ചെയ്യുമ്പോൾ Note 9 Proയിൽ അപ്ഗ്രേഡേഷൻ അല്ല സംഭവിച്ചിട്ടുള്ളത്, ഡൗൺ ഗ്രേഡാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. സോ അത് ചെറിയ ഡ്രോബാക്ക് തന്നെയാണ്. എന്നിരുന്നാൽ പോലും Note 9 സീരീസിൽ പ്രൈസ് റേഞ്ച് ഡൗൺ ഗ്രേഡ് എന്ന് പറയുമ്പോൾ റെഡ്മിക്ക് ഒരു മേജർ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ആ ഒരു കേസിൽ റെഡ്മിക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിലും പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് കേസിൽ ശരിക്കൊരു ഡൗൺ ഗ്രേഡ് ആണ് ഇതിനെ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ ആൻറ്റി ബെഞ്ച് മാർക്ക് സ്കോർ ആണെങ്കിലും റെഡ്മി Note 8 Proനെ കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മി Note 9 Pro എന്ന് പറയുമ്പോൾ Note 8 Proനെക്കാളും ഒരു ഡൗൺ ഗ്രേഡിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള GPU എന്ന് പറയുമ്പോൾ Adreno 680ൻ്റെ GPU ആണ്. സോ ഇത് 16 Hz പാനലായതുകൊണ്ട് നമുക്ക് PUBG പോലുള്ള ഗെയിംസ് എല്ലാം അൾട്രാ HD വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ അൾട്രാ HDയിൽ നമുക്ക് PUBG കളിക്കുമ്പോൾ ഫ്രെയിം ഡിലേയും ഫ്രെയിം ലാഗും ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് വലിയ ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം 3 മാസമായിട്ട് ഈ ഡിവൈസ് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. സോ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസോ വലിയ പ്രോബ്ലംസ് ഒന്നും ഇതിനകത്തുനിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള റാം എന്ന് പറയുമ്പോൾ LPDDR4X അതേപോലെ UFS 2.1 സ്റ്റോറേജാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്.
4GB 64GBയും 6GB 128GBൻ്റെ വേരിയൻ്റാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അറോറ ബ്ലൂ, ഇൻഡസ്ട്രിയൽ ബ്ലാക്ക്, ഗ്ലേസിയർ വൈറ്റ് എന്നീ നിറങ്ങളിലും ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് 10ൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള MIUI 11 ബേസ്ഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒത്തിരി കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ്. സോ അതേപോലെ ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് ഒരുപാട് ഫീച്ചറും നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ആഡ്സ് പോപ്പപ്പ് ആകുന്നതാണ്. അതായത് നമുക്ക് യൂസർ ഇൻ്റർഫേസിൽ തന്നെ ആഡ്സ് പോപ്പപ്പ് ആകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഷവോമി പറയുന്നത് ഡിവൈസിൻ്റെ പ്രൈസ് റേഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ്സ് പോപ്പപ്പ് ചെയ്ത് വിടുന്നത്. സോ അതൊരു മേജറായിട്ടുള്ള ഡ്രോബാക്സ് തന്നെയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അതേപോലെ നമുക്കിതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്മൂത്തറായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസാണ് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ബാറ്ററി തന്നെയാണ്. 5020 mAh ഒരു ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. സോ ഇതിനെ പവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 18 വാട്ട്സിൻ്റെ ഒരു ചാർജർ നമുക്ക് ഡിവൈസിനോട് കാണാൻ സാധിക്കും. ഏകദേശം നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഇത് നൽകുന്നത്. ഏകദേശം 50% ചാർജിൽ നമുക്ക് ഫുൾ ഡേ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 0 to 50% ചാർജ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂറും 0 to 100% ചാർജ് ആവാൻ ഏകദേശം 2 മണിക്കൂറും ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹയർ വേരിയൻ്റ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Redmi Note 9 Pro Max എന്നാണ്. സോ അതും ഇത് നമ്മൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. Note 9 Proയിൽ 18 വാട്ട്സിൻ്റെ ചാർജറാണെങ്കിൽ Pro Maxൽ 33 വാട്ട്സിൻ്റെ ചാർജറും, Note 9 Proയിൽ പ്രൈമറി ക്യാമറ 48 MP ആണെങ്കിൽ Pro Maxൽ പ്രൈമറി ക്യാമറ 64 MP, Note 9 Proയിൽ സെൽഫി ക്യാമറ 12 MP ആണെങ്കിൽ Pro Maxൽ 32 MP ക്യാമറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് Note 9 Proയും Note 9 Pro Maxും തമ്മിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസ്. സോ അതേപോലെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, അതേപോലെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള മാക്രോ ഷൂട്ടർ, അതേപോലെ ഇതിൻ്റെ ബാറ്ററി. ഇതിൻ്റെ കോൺസ് എന്ന് പറയുമ്പോൾ ലോ ലൈറ്റിലുള്ള ഇമേജ് ക്വാളിറ്റിയും, അതേപോലെ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും, അതേപോലെ വീഡിയോസിൻ്റെ ഫോക്കസിങ് പ്രോബ്ലമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോൺസ് എന്ന് പറയാനുള്ളത്. ഇതിൻ്റെ പ്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ നമുക്ക് ഓൾറൗണ്ട് പെർഫോമൻസിൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ് Redmi Note 9 Pro. ഈ ഡിവൈസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 13,000 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 14,000 ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 14,000 പ്രൈസ് റേഞ്ചിൽ ഇത് നല്ല ഡിവൈസാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.